ഹലോ ആൻഡ് വെൽക്കം ടു ദി ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിറ്റററി തിയറി ആയിട്ടുള്ള ന്യൂ ക്രിറ്റിസിസമാണ്. സോ ന്യൂ ക്രിറ്റിസിസം എന്നതൊരു ഫോമലിസ്റ്റ് മൂവ്മെൻ്റ് ആണ്. ലിറ്റററി തിയറിയിൽ വരുന്ന ഒരു ഫോമലിസ്റ്റ് മൂവ്മെൻ്റ് ആണ്. ആൻഡ് അത് എമേർജ് ചെയ്തത് ഏർലി ടു മിഡ് 20th സെഞ്ച്വറിയിലാണ്. ഈ ഒരു മൂവ്മെൻറ്റിന് അതിൻ്റെ പേര് കിട്ടിയിട്ടുള്ളത് ജോൺ ക്രോ റാൻസമിൻ്റെ 1941 പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്കായിട്ടുള്ള ദി ന്യൂ ക്രിറ്റിസിസത്തിൽ നിന്നാണ്. ആൻഡ് ഈ ഒരു ന്യൂ ക്രിറ്റിസിസം അനുസരിച്ച് ഒരു ടെക്സ്റ്റിനെ ഒരു സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഓട്ടോണമസ് എൻറ്റിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. അല്ലാതെ അതിൻ്റെ ഹിസ്റ്ററിക്കൽ അല്ലെങ്കിൽ ബയോഗ്രഫിക്കൽ കോണ്ടെക്സ്റ്റിനൊന്നും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. അതുപോലെ ന്യൂ ക്രിറ്റിസിസത്തിൻ്റെ പ്രാക്ടീഷണേഴ്സ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഒരു വർക്കിൻ്റെ ലാംഗ്വേജിനും സ്ട്രക്ചറിനും ഫോമിനുമാണ്. അതിൻ്റെ കീ പ്രിൻസിപ്പിൾസ് നോക്കാം. ആദ്യത്തേത് ക്ലോസ് റീഡിങ്. ഒരു ടെക്സ്റ്റിനെ അതിൻ്റെ ഇൻറ്റേർണൽ എലമെൻറ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സാമിൻ ചെയ്യുന്ന ഒരു രീതിയാണ് ക്ലോസ് റീഡിങ് എന്ന് പറയുന്നത്. അതായത് ഒരു വർക്കിൻ്റെ സിംബലിസം അല്ലെങ്കിൽ ഇമേജറി, അതിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് വേർഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതൊക്കെ നോക്കുന്നതാണ് ക്ലോസ് റീഡിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇൻറ്റൻഷണൽ ഫാലസി. സോ ഇൻറ്റൻഷണൽ ഫാലസി എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാം, ഒരു വർക്ക് വരുമ്പോൾ അത് ഓതറിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ നോക്കാൻ വേണ്ടി ശ്രമിക്കും. സോ ആ ഒരു ഐഡിയനെ റിജക്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻറ്റൻഷണൽ ഫാലസി എന്ന് പറയുന്നത്. നമ്മുടെ ന്യൂ ക്രിറ്റിക്സ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു വർക്കിനെ അതിൻ്റെ മെറിറ്റിൻ്റെ ബേസിസിലാണ് അനലൈസ് ചെയ്യാനുള്ളത്, അല്ലാണ്ട് ഓതറിൻ്റെ ഇൻറ്റൻഷൻസിൻ്റെ ബേസിലല്ല എന്നാണ് പറയുന്നത്. സോ ഇതാണ് ഇൻറ്റൻഷണൽ ഫാലസി. അടുത്തത് അഫക്റ്റീവ് ഫാലസി. അഫക്റ്റീവ് ഫാലസി എന്ന് പറയുന്നത് ഒരു വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ പേഴ്സണൽ അല്ലെങ്കിൽ ഇമോഷണൽ റെസ്പോൺസസ് ഒക്കെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യും. അതായത് റീഡറിൻ്റെ പേഴ്സണൽ അല്ലെങ്കിൽ ഇമോഷണൽ റെസ്പോൺസസ് ആഡ് ചെയ്യും. സോ ആ ഒരു സംഭവത്തിനെ അവോയ്ഡ് ചെയ്യുന്നതിനെയാണ് അഫക്റ്റീവ് ഫാലസി എന്ന് പറയുന്നത്. നമ്മുടെ ന്യൂ ക്രിറ്റിക്സ് പറയുന്നതെന്ന് പറയുമ്പോൾ ഒരു ടെക്സ്റ്റിനെ ഒബ്ജക്റ്റീവായിട്ട് വേണം നമ്മൾ വായിക്കാനുള്ളത്. അടുത്തത് പാരഡോക്സ്. പാരഡോക്സ് എന്ന് പറയുന്നത് ഒരു വർക്കിൻ്റെ അകത്ത് വരുന്ന ആംബിഗ്വിറ്റിയും അതുപോലെ കോൺട്രഡിക്ഷൻസിനെയൊക്കെ എംബ്രേസ് ചെയ്യുക എന്നതാണ്. ദാറ്റ് മീൻസ് ഇങ്ങനെ ആംബിഗ്വിറ്റി എന്ന് പറയുമ്പോൾ പല കൈൻഡ്സ് ഓഫ് മീനിങ് വരുന്നത്. സോ ഇതെന്ന് പറയുന്ന ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് പറയുന്നത്. അടുത്തത് ഓർഗാനിക് യൂണിറ്റി. സോ പല പല എലമെൻറ്റ്സ് ഒരുമിച്ച് ഇൻ്റർകണക്റ്റ് ചെയ്തിട്ട് ഒരു ഹോളായിട്ട് മാറുന്നു എന്നും പറയുന്നുണ്ട്. സോ ന്യൂ ക്രിറ്റിസിസം ഏറ്റവും കൂടുതൽ പ്രോമിനൻ്റ് ആയത് മിഡ് 20th സെഞ്ച്വറിയിലാണ്. അതുപോലെ സ്കോളേഴ്സ് ആയിട്ടുള്ള ക്ലിയാൻ ബ്രൂക്സും റോബർട്ട് പെൻ വാരനും ഒക്കെ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. While it has faced criticism for its neglect of historical and cultural context, it remains influential in literary analysis, especially in academic settings. സോ ഈ ഹിസ്റ്ററിക്കൽ അതുപോലെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഒന്നും തന്നെ നോക്കാത്തത് കൊണ്ട് ആ ഒരു തിയറിക്ക് ഒരുപാട് ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടി വന്നു. ബട്ട് സ്റ്റിൽ ലിറ്റററി അനാലിസിസ് വരുമ്പോൾ, അതായത് അക്കാഡമിക് സെറ്റിങ്സിലൊക്കെ വരുമ്പോൾ അത് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് തന്നെ നിന്നു. ഇനി ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആദ്യത്തേത് വില്യം എംസൺ. വില്യം എംസണിൻ്റെ വർക്കാണ് 7 Types of Ambiguity 1930 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് കോൺസെപ്റ്റ് ഓഫ് ആംബിഗ്വിറ്റി ഇൻ ലിറ്ററേച്ചറാണ്. അതുപോലെ പോയട്രിയിൽ വരുന്ന 7 Types of Ambiguityയെ പറ്റിയും പറയുന്നുണ്ട് ഇതിൽ. അടുത്ത ആൾ ഐ.എ. റിച്ചാർഡ്സ്. ഐ.എ. റിച്ചാർഡ്സിൻ്റെ വർക്കാണ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം, പബ്ലിഷ്ഡ് ഇൻ 1929 ആൻഡ് presents an approach to literary analysis through practical criticism, emphasizing close reading and objective analysis. സോ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്ലോസ് റീഡിങ്ങിനും അതുപോലെ ഒബ്ജക്റ്റീവ് അനാലിസിസിനുമാണ്. മറ്റൊരു വർക്കാണ് ദ മീനിങ് ഓഫ് മീനിങ്. സോ ഇതിൻ്റെ അകത്ത് ലാംഗ്വേജും മീനിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് സെമിയോട്ടിക് അതുപോലെ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ആളാണ് ക്ലിയാൻ ബ്രൂക്സ്. ക്ലിയാൻ ബ്രൂക്സിൻ്റെ വർക്കാണ് അണ്ടർസ്റ്റാൻഡിങ് പോയട്രി എന്ന് പറയുന്നത്. റോബർട്ട് പെൻ വാരനുമായിട്ട് ചേർന്ന് എഴുതിയിട്ടുള്ളതാണ്. 1938 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ അകത്തും പോയട്രിയുടെ ക്ലോസ് റീഡിങ്ങിനെ പറ്റിയും അതുപോലെ ഒരു പോയട്രിയുടെ ഫോമും അതുപോലെ സ്ട്രക്ചറൽ ലാംഗ്വേജും ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. മറ്റൊരു വർക്കാണ് മോഡേൺ പോയട്രി ആൻഡ് ദ ട്രഡീഷൻ 1939. ഇതെന്ന് പറയുന്നത് മോഡേൺ പോയട്രിയും അതുപോലെ ലിറ്റററി ട്രഡീഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അടുത്ത ആളാണ് എഫ്.ആർ. ലെവിസ്. എഫ്.ആർ. ലെവിസിൻ്റെ 1932 വർക്കാണ് ന്യൂ ബിയറിങ്സ് ഇൻ ഇംഗ്ലീഷ് പോയട്രി. ഈ ഒരു വർക്ക് ചെയ്യുന്നത് ഇംഗ്ലീഷ് പോയട്രിയുടെ സ്റ്റേറ്റ് എക്സാമിൻ ചെയ്യുക. അതായത് 20th സെഞ്ച്വറി ഉണ്ടല്ലോ, 20th സെഞ്ച്വറി 20ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് പോയട്രിയുടെ സ്റ്റേറ്റ് എങ്ങനെ ആയിരുന്നു, ആ ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്. അതുപോലെ മറ്റൊരു വർക്കാണ് ദ കോമൺ പെർസ്യൂട്ട് 1952.
റിഫ്ലെക്ട്സ് ഓൺ ദ നേച്ചർ ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് ദ റോൾ ഓഫ് ദി ക്രിട്ടിക് ഇൻ അസസിങ് ലിറ്റററി വർക്ക്സ്. സോ ഈ ഒരു വർക്കിൽ പറയുന്നത് ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ നേച്ചറും അതുപോലെ ലിറ്റററി വർക്ക് അസസ് ചെയ്യുന്നതിൽ ക്രിട്ടിക്കിനുള്ള റോൾ എന്താണ്, ഇതാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ് ഈ വിംസാറ്റ് ആൻഡ് ബിയേർഡ്സ്ലി എന്ന് പറയുന്നത്. ഇവരാണ് ഈ ഒരു ഇൻറ്റൻഷണൽ ഫാലസി അതുപോലെ അഫക്റ്റീവ് ഫാലസിയൊക്കെ കൊണ്ടുവന്നത്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇൻറ്റൻഷണൽ ഫാലസി എന്ന് പറയുന്നത് ഓതേഴ്സ് ഇൻറ്റൻഷനെ ബേസ് ചെയ്തിട്ട് ഒരു വർക്കിനെ ജഡ്ജ് ചെയ്യുന്നതിന് എഗൻസ്റ്റ് ആയിട്ട് വരുന്നൊരു സംഭവമാണ്. ആർഗ്യൂസ് എഗൻസ്റ്റ് ഇൻ്റർപ്രറ്റിംഗ് എ വർക്ക് ബേസ്ഡ് ഓൺ ഓതേഴ്സ് ഇൻറ്റൻഷൻസ്, അഡ്വക്കേറ്റിംഗ് ഫോർ എ ഫോക്കസ് ഓൺ ദ ടെക്സ്റ്റ് ഇറ്റ് സെൽഫ്. നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ്. ഓതറിൻ്റെ ഇൻറ്റൻഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്, അതിന് എഗൻസ്റ്റ് ആയിട്ട് ആ ഒരു സംഭവത്തിനെ ആർഗ്യൂ ചെയ്യുന്നതാണ് ഇൻറ്റൻഷണൽ ഫാലസി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ടെക്സ്റ്റിനാണ്. അതുപോലെ അഫക്റ്റീവ് ഫാലസി എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ അല്ലെങ്കിൽ ഇമോഷണൽ റെസ്പോൺസസ് ഒക്കെ ഒരു വർക്കിൽ നമ്മൾ ആഡ് ചെയ്യത്തില്ലേ, സോ അതിൻ്റെ ബേസിസിൽ വായിക്കാണ്ട് ഇരിക്കുക എന്ന് പറയുന്ന സംഭവമാണ് അഫക്റ്റീവ് ഫാലസി എന്ന് പറയുന്നത്. അതുപോലെ R.P. ബ്ലാക്ക്മോർ, അദ്ദേഹത്തിൻ്റെ വർക്കാണ് ലാംഗ്വേജ് ആസ് ജസ്റ്റർ. ലാംഗ്വേജും അതുപോലെ പോയട്രിയിൽ വരുന്ന എക്സ്പ്രഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അതുപോലെ ഫോം ആൻഡ് വാല്യൂ ഇൻ മോഡേൺ പോയട്രി 1957 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ അത് എക്സാമിൻ ചെയ്യുന്നത് മോഡേൺ പോയട്രിയുടെ ഫോർമൽ ആസ്പെക്ട്സും അതുപോലെ വാല്യൂ ആണ്. അടുത്ത ആളാണ് അലൻ ടേറ്റ്. അലൻ ടേറ്റിൻ്റെ ആദ്യത്തെ വർക്കാണ് ദ മാൻ ഓഫ് ലെറ്റേഴ്സ് ഇൻ ദി മോഡേൺ വേൾഡ് 1955 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എക്സ്പ്ലോർസ് ദ റോൾ ഓഫ് ദി ഇൻ്റലക്ച്വൽ ഇൻ കണ്ടംപററി സൊസൈറ്റി. കണ്ടംപററി സൊസൈറ്റിയിൽ ഇൻ്റലക്ച്വലിൻ്റെ റോൾ എക്സ്പ്ലോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു വർക്കാണ് എസ്സേസ് ഓഫ് 4 ഡെക്കേഡ്സ് 1968. പല ലിറ്റററി അതുപോലെ കൾച്ചറൽ ടോപ്പിക്സിനെ പറ്റിയുള്ള ഒരു കളക്ഷൻ ഓഫ് എസ്സേസ് ആണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. അടുത്ത ആളാണ് ജോൺ ക്രോ റാൻസം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദ ന്യൂ ക്രിറ്റിസിസം 1941. ഇതൊരു ഇൻഫ്ലുവൻഷ്യൽ എസ്സേ ആണ്. ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ ആ ഒരു ലിറ്റററി തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൊരു എസ്സേ ആണ് ദ ന്യൂ ക്രിറ്റിസിസം. മറ്റൊരു വർക്കാണ് ദ വേൾഡ്സ് ബോഡി 1938. റിഫ്ലെക്ട്സ് ഓൺ ദ നേച്ചർ ഓഫ് പോയട്രി ആൻഡ് ലിറ്റററി ക്രിറ്റിസിസം. പോയട്രിയുടെ നേച്ചറും അതുപോലെ ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ നേച്ചറൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു വർക്കാണ്. സോ ഈ ഒരു തിയറി ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.